ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഈ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ആൻസർ ഷീറ്റൊക്കെ കിട്ടിക്കാണെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവും. എവിടെയെങ്കിലുമൊക്കെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് മിസ്റ്റേക്ക് പറ്റിയെന്നൊക്കെ നമുക്ക് അടുത്ത എക്സാം വരുന്ന സമയത്ത് ആ മിസ്റ്റേക്കുകളൊന്നും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ആ ചോദ്യപേപ്പർ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കഴിഞ്ഞ നമ്മുടെ 2025-26 ഈ കഴിഞ്ഞ നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മൊത്തം എത്ര ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു എക്സാമിന്? 5 പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 4ഉം 5ഉം A B പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അല്ലെങ്കിൽ ഒരു ചോദ്യത്തിന് ആൻസർ എഴുതിയാൽ മതി. എങ്ങനെയായിരുന്നു? പക്ഷെ എന്താണ്, 1 തൊട്ട് 1ഉം 2ഉം 3ഉം നിർബന്ധമായും എഴുതേണ്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താണ്? ആക്ടിവിറ്റി 1 എന്താ? ലിസൺ ആൻഡ് ആൻസർ. അതായത് ടീച്ചർ നിങ്ങൾക്കൊരു സ്റ്റോറി പറഞ്ഞു തരും. അത് കേട്ടിട്ടാണ്, അത് മനസ്സിലാക്കിയതിനു ശേഷം വേണം ഈ 5 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ. മനസ്സിലായല്ലോ? അപ്പോൾ ടീച്ചർ നിങ്ങൾക്കൊരു ക്യാറ്റിൻ്റെ, ഈ ചിത്രത്തിൽ ആരെയൊക്കെ നിങ്ങൾ കാണുന്നത്? ഒരു ക്യാറ്റ് ഉണ്ട്, പിന്നെന്താ, ഒരു കോഴിക്കുട്ടി അല്ലേ. കോഴിക്കുട്ടിന് എന്താ പറയുക? ചിക്ക്. പിന്നെ ആരുള്ളത്? ബട്ടർഫ്ലൈ ഉണ്ട്. ഇവരെവിടെയാണുള്ളത്? പൂന്തോട്ടത്തിലാണ് അല്ലേ, ഗാർഡനിലാണ്. അത് നമുക്ക് ചിത്രത്തിന് ഇത്രയും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്തിട്ട് ഒരു കഥ പറഞ്ഞു തരും കേട്ടോ ടീച്ചർ. അതായത് നമ്മുടെ ക്യാറ്റും ചിക്കും ഫ്രണ്ട്സ് ആണ്. അവരെന്ത് ചെയ്യുന്നു? പൂന്തോട്ടത്തിലൂടെ കളിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ബട്ടർഫ്ലൈനെ കാണും. ബട്ടർഫ്ലൈനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി, അവർ പിടിക്കാൻ വേണ്ടി ഓടും. അതിനിടയിൽ കൂടെ നമ്മുടെ ചിക്ക് എന്ത് ചെയ്യും? ഒരു കുഴീൻ്റെ ഉള്ളിൽ വീഴും, ഒരു പിറ്റിൻ്റെ ഉള്ളിൽ വീഴും. നമ്മുടെ ചിക്കിനെ ആര് രക്ഷപ്പെടുത്തും? ക്യാറ്റ് രക്ഷപ്പെടുത്തും. അങ്ങനെ നമ്മുടെ ക്യാറ്റും ചിക്കും തമ്മിലുള്ള ഒരു സൗഹൃദത്തിന്റെ കഥയാണ്. കുഞ്ഞു കഥയായിരിക്കും ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടാവുക. അപ്പൊ അത് റിലേറ്റ് ചെയ്തിട്ടാണ് ചോദ്യങ്ങള്. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ദ കിറ്റൺ, നമ്മുടെ പൂച്ചക്കുട്ടിയാണ് അല്ലേ. ദ കിറ്റൺ ആൻഡ് ദ ചിക്ക് റൺ അറൗണ്ട്. അതായത് പൂച്ചക്കുട്ടിയും ചിക്കും എവിടെയാണ് ഓടിക്കളിച്ചത്? എവിടെയാണ് കളിച്ചത്? ഹൗസിലാണോ, പിറ്റിലാണോ? പിറ്റ് എന്ന് വെച്ചാൽ കുഴി കേട്ടോ. ഗാർഡൻ എന്ന് വെച്ചാൽ പൂന്തോട്ടം. പ്ലേ ഗ്രൗണ്ടിലാണോ? എവിടെയാ? ഗാർഡൻ. ആൻസർ എന്താ? ഗാർഡൻ. അടുത്തത്, they saw a dash in the garden. നോക്കൂ, ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം രണ്ടാമത്തെ ചോദ്യത്തിൽ തന്നെ ഉണ്ട് അല്ലേ, ഗാർഡൻ. കണ്ടോ? അപ്പൊ അവരെന്താണ് കളിക്കുമ്പോൾ ഗാർഡനിൽ, പൂന്തോട്ടത്തിൽ എന്ത് കണ്ടു? ബട്ടർഫ്ലൈ. എന്ത് കണ്ടു? ബട്ടർഫ്ലൈ, പൂമ്പാറ്റ. മൂന്നാമത്തെ ചോദ്യം, who fell into the pit. ആരാണ് കുഴിയിൽ വീണത്? ചിക്ക്. ഓക്കെ. അടുത്തത്, അപ്പൊ ചിക്കിന്റെ സ്പെല്ലിംഗ് ഒക്കെ അറിയില്ല, ഇവിടെ ഉണ്ട് കേട്ടോ ചിക്കിന്റെ സ്പെല്ലിംഗ് ഒക്കെ. 4, how did the chick come out of the pit. എങ്ങനെയാണ് കുഴിയിൽ നിന്നും ചിക്ക് പുറത്തു വന്നത്? it flew up. അതായത് പറന്നു വന്നു. it jumped out. ചാടി വന്നു. the kitten saved the chick. പൂച്ചക്കുട്ടി രക്ഷപ്പെടുത്തി. നാലാമത്തതോ, the butterfly saved the chick. പൂമ്പാറ്റ കോഴിക്കുട്ടി രക്ഷപ്പെടുത്തി. എന്താ ഉത്തരം? കിറ്റൺ ആണ് രക്ഷപ്പെടുത്തുന്നത് അല്ലെ. കിറ്റൺ എന്ത് ചെയ്യും? പൂച്ചക്കുട്ടി എന്ത് ചെയ്യും? കുഴിയിലോട്ട് ചാടിയിട്ട് ചിക്കിൻ്റെ അടുത്ത് എന്ത് പറയും? പൂച്ചക്കുട്ടിയുടെ മേലെ കയറാൻ പറയും. എന്നിട്ട് പൂച്ചക്കുട്ടി മേലേക്ക് ചാടിയിട്ട് കുഴിയിൽ നിന്നും രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുക. അപ്പൊ ആൻസർ എന്താ? സി ആണ്. ദ കിറ്റൺ സേവ്ഡ് ദ ചിക്ക്. അഞ്ചാമത്തെ, ദ സ്റ്റോറി ഈസ് അബൌട്ട്. എന്തിനെ കുറിച്ചാണ് ഈ കഥ പറയുന്നത്? ഫ്ലവേഴ്സ്, പൂക്കളെ കുറിച്ചാണോ? ബട്ടർഫ്ലൈനെ കുറിച്ചാണോ? ഗാർഡനെ കുറിച്ചാണോ? ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണോ? ആൻസർ സി, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് അല്ലേ. അപ്പൊ ഈ 5 ഉത്തരങ്ങൾ നോക്കൂ, നിങ്ങൾ ശരിയാണോ നിങ്ങൾ എഴുതിയത് എക്സാമിന്? അപ്പൊ ഈ 5 ഉത്തരം ശരിയാക്കിയ ആൾക്കാർക്ക് 5 മാർക്കും കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അടുത്ത ചോദ്യം ആക്ടിവിറ്റി 2 ആണ്. റീഡ് ആൻഡ് ആൻസർ ആണ് കേട്ടോ. അപ്പൊ ആദ്യം നമുക്കൊരു കഥ വായിച്ചു തരാം. ഈ കഥ വായിച്ചിട്ട് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെ, അത് ഒന്നാമത്തെ പോലത്തെ ആക്ടിവിറ്റി തന്നെയാണ് രണ്ടാമത്തെ ആക്ടിവിറ്റിയും. റീഡ് ആൻഡ് ആൻസർ ആണ് കേട്ടോ. ഒന്നാമത്തെ, ആദ്യം കഥ വായിക്കാം. മീര ആൻഡ് ദ ക്രോ എന്നാണ് കഥയുടെ പേര്. One sunny afternoon, Meera was standing near her house. അപ്പോൾ ഒരു ഉച്ച സമയത്ത് മീര പറയുന്നത് ഒരു കുട്ടിയാണ് കേട്ടോ, നിങ്ങളെപ്പോലെ ഒരു കുട്ടിയാണ്. മീര അവളുടെ വീടിൻ്റെ പുറത്ത് നിൽക്കുകയായിരുന്നു. ഷീ വാസ് ഈറ്റിംഗ് എ പീസ് ഓഫ് കേക്ക്. അവൾ എന്ത് ചെയ്ത് നിൽക്കുകയായിരുന്നു? ശ്രദ്ധിക്കുക, അവൾ എന്ത് ചെയ്തിട്ടാണ് നിൽക്കുന്നത്? അതെ, ഒരു പീസ് ഓഫ് കേക്ക് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ദ കേക്ക് വാസ് സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി. കേക്ക് എങ്ങനെയാണ്? നല്ല സോഫ്റ്റ് ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ. സഡൻലി എ ക്രോ ഫ്ലൂ ഡൗൺ ആൻഡ് സ്നാച്ച് ദ കേക്ക് ഫ്രം ഹെർ ഹാൻഡ്. പെട്ടെന്ന് ഒരു കാക്ക പറന്ന് വന്ന് അവളുടെ കയ്യിൽ നിന്നും അവളുടെ കേക്ക് കൊത്തിപ്പറിച്ചുകൊണ്ട്, സ്നാച്ച് വെച്ചാൽ ഇപ്പൊ കാക്കയൊക്കെ വന്ന് കൊത്തിപ്പറിച്ചുകൊണ്ട് പോയില്ലേ, അതാണ് സ്നാച്ച്ഡ്. മീര വാസ് ഷോക്ക്ഡ്. ഓ നോ മൈ കേക്ക്, ഷീ ക്രൈഡ് ലൗഡ്ലി. പെട്ടെന്ന് കാക്ക വന്ന് കേക്ക് കൊത്തിയെടുത്തുകൊണ്ട് പോയപ്പോൾ മീര പെട്ടെന്ന് ഷോക്കായി. അയ്യോ എൻ്റെ കേക്ക് എന്ന് പറഞ്ഞിട്ട് അവൾ ഉറക്കം നിലവിളിക്കുകയാണ് കേട്ടോ, കരയുകയാണ്. Meera felt very sad and angry. You naughty crow, she said. She picked up a stone. I will throw down your nest, she said angrily. അപ്പോൾ അവൾ എന്ത് ചെയ്തു? അവൾക്ക് ആദ്യം വളരെയധികം സങ്കടം വന്നു, പിന്നെ ദേഷ്യം വന്നു. അവൾ എന്താ പറഞ്ഞത്? അവൾ എന്ത് ചെയ്തു? വേഗം ഒരു കല്ലെടുത്തു അല്ലേ. ഒരു കല്ലെടുത്തിട്ട് ഞാൻ നിന്റെ കൂട്ടിലേക്ക് കല്ലെറിയുമെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ നിൽക്കണം കേട്ടോ.
മീര ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് ഫൗണ്ട് ദ ക്രോസ് നെസ്റ്റ് ഓൺ എ ട്രീ. അങ്ങനെ മീര നോക്കി നോക്കി എന്ത് കണ്ടെത്തി? ആ കാക്കയുടെ കൂട് കണ്ടെത്തി. എവിടെയാണ് കാക്കയുടെ കൂട് കണ്ടെത്തിയത്? ഓൺ എ ട്രീ, മരത്തിൽ കേട്ടോ. ഷീ സോ ദ ക്രോ ഇൻ ദ നെസ്റ്റ്. അപ്പൊ അവൾ എന്ത് കാണാണ്? ആ കൂട്ടിൽ ആ കാക്കയുണ്ട്. ദ ക്രോ വാസ് ഫീഡിങ് ഹെർ ചിക്സ് വിത്ത് ദ കേക്ക്. ആ കാക്ക ഇവളുടെ കയ്യിൽ നിന്ന് കൊത്തിപ്പറിച്ചുകൊണ്ട് പോയ കേക്ക് അതിന്റെ കുട്ടികൾക്ക് കൊടുക്കുകയായിരുന്നു. ദ ചിക്സ് were cawing happily and flapping their little wings. അപ്പൊ ആ കുട്ടികള് കാക്കയുടെ കുട്ടികളെ കൂട്ടിലുണ്ട് കേട്ടോ. മീര വാച്ച് ദം ക്വൈറ്റ്ലി. അപ്പൊ മീര പതുക്കെ അതൊക്കെ നോക്കി നിൽക്കുകയാണ്. ദ ചിക്സ് ആർ സോ ഹാപ്പി ഷീ തോട്ട്. സ്ലോലി ഹെർ ആങ്കർ കൂൾ ഡൗൺ. അപ്പൊ അവൾക്ക് എന്ത് മനസ്സിലായി? അതെ, അവള് കുട്ടികളൊക്കെ വളരെ ഹാപ്പി ആണെന്ന് മനസ്സിലായി. അങ്ങനെ അവൾ ദേഷ്യമൊക്കെ പതുക്കെ കുറഞ്ഞു. ഷി ഡ്രോപ്ഡ് ദ സ്റ്റോൺ ആൻഡ് സ്മൈൽ അറ്റ് ദ ചിക്സ്. അവളെ കയ്യിലെ കല്ല് താഴെ ഇട്ടിട്ട് ആ ചിക്സ് ആ കുട്ടികളെ നോക്കി ചിരിക്കുകയാണ് അല്ലേ. ദ ഈവനിങ് സൺ സ്മൈൽ ബാക്ക് ടു ഹെർ. അങ്ങനെ അവൾ വീണ്ടും അവളുടെ മുഖത്ത് സന്തോഷം വന്നു. ഓക്കെ, ഇതാണ് കഥ. ഒന്നാമത്തെ ചോദ്യം, വാട്ട് വാസ് മീര ഈറ്റിംഗ്? മീര എന്താണ് കഴിച്ചുകൊണ്ടിരുന്നത്? എ പീസ് ഓഫ് കേക്ക്. രണ്ടാമത്തെ ചോദ്യം, ഹൗ ഡിഡ് മീര ഫീൽ വെൻ ദ ക്രോ സ്നാച്ച്ഡ് ഹെർ കേക്ക്? അവളുടെ കയ്യിൽ നിന്ന് കേക്ക് പെട്ടെന്ന് കാക്ക തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. അപ്പോൾ അവൾ എന്താണ് അവൾക്ക് ഫീൽ ചെയ്തത്? ഷീ ഫെൽറ്റ് സാഡ്, ഷീ ഫെൽറ്റ് ലൈക്ക് ക്രൈയിങ്, ഷീ ഫെൽറ്റ് ആംഗ്രി, ഷീ ഫെൽറ്റ് സാഡ് ആൻഡ് ആംഗ്രി. എന്താ ആൻസർ? ഡി, ഷീ ഫെൽറ്റ് സാഡ് ആൻഡ് ആംഗ്രി. മൂന്നാമത്തെ ചോദ്യം, വേർ ഡിഡ് മീര ഫൈൻഡ് ദ നെസ്റ്റ്? എവിടെയാണ് കൂട് കണ്ടെത്തിയത്? ഓൺ എ ട്രീ. നാലാമത്തെ ചോദ്യം, വൈ ഡിഡ് മീര ഡ്രോപ്പ് ദ സ്റ്റോൺ? എന്തുകൊണ്ടാണ് മീര കല്ല് താഴെയിട്ടത്? ഷീ ഗോട്ട് ദ കേക്ക് ബാക്ക്. അവൾക്ക് കേക്ക് തിരിച്ചു കിട്ടി. ദ സ്റ്റോൺ വാസ് ഹെവി. കല്ല് നല്ല വെയിറ്റ് ആയിരുന്നു. ഷീ കുഡിന്റ് ഫൈൻഡ് ദ നെസ്റ്റ്. അവൾക്ക് കൂട് കണ്ടെത്താൻ സാധിച്ചില്ല. ഹെർ ആങ്കർ കൂൾ ഡൗൺ. അവളുടെ ദേഷ്യം കുറഞ്ഞു വന്നു. എന്താ? അവളുടെ ദേഷ്യം കുറഞ്ഞു അല്ലേ. ഹെർ ആങ്കർ കൂൾ ഡൗൺ എന്ന് വെച്ചാൽ അവളുടെ ദേഷ്യം കുറഞ്ഞു. അഞ്ചാമത്തെ ചോദ്യം, ദ സ്റ്റോറി ഈസ് അബൌട്ട്. ഈ കഥ എന്തിനെ കുറിച്ചാണ്? ഈറ്റിംഗ് എ കേക്ക്. കേക്ക് കഴിക്കുന്നതിനെ കുറിച്ച്. ബീങ് കൈൻഡ് ടു അതേഴ്സ്. മറ്റുള്ളവരുടെ ദയ ഉണ്ടാവുന്നതിനെ കുറിച്ചിട്ട്, ദയോടെ പെരുമാറുന്നതിനെ കുറിച്ച്. ത്രോയിങ് എ നെസ്റ്റ് ആണ്. ഒരു കൂട് തകർക്കുന്നതിനെ കുറിച്ചിട്ട്. ക്യാച്ചിങ് ക്രോസ്. കാക്കകളെ പിടിക്കുന്നതിനെ കുറിച്ച്. എന്തിനെ കുറിച്ചാ? ബീങ് കൈൻഡ് ടു അതേഴ്സ് ആണ് നമ്മുടെ ഈ കഥയുടെ ഒരു മോറൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ 5 ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് തന്നെയാണ് നിങ്ങൾ എക്സാമിന് എഴുതിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്. ഇതാണ് ഈ ചോദ്യത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള ആൻസർ കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി 3 ആണ്. റിഡിൽസ് ആണ്. ആസ് യൂഷ്വൽ നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഇംഗ്ലീഷ് എക്സാമിന് റിഡിൽസ് പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ റിഡിൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആരെ കുറിച്ച് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്? ഹിയർ ഇസ് എ റിഡിൽ, ഫൈൻഡ് ദ ആൻസർ ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ ദ ഗിവൻ സ്പേസ്. ആദ്യം ഇവിടെ ഒരു കടങ്കഥ തന്നിട്ടുണ്ട്, വായിച്ചിട്ട് ആദ്യം ഇവിടെ ഉത്തരം എഴുതണേ. ഐ ലിവ് ഇൻ സീസ് ആൻഡ് ലേക്സ്. ഞാൻ കടലിലും ഞാൻ എവിടെയാണ്? സീലും ലേക്കിലേക്കാണ് താമസിക്കുന്നത്. ഐ ലൈക്ക് ടു ഡൈവ് ആൻഡ് സ്വിം. എനിക്ക് എന്താണ്? നീന്താനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഐ വിസിൽ ആൻഡ് ഐ പ്ലേ. ഐ ആം എ ഫ്രണ്ട് ജൂലിയ. ആൻസർ എന്താ? ഡോൾഫിൻ. അടുത്തത്, കംപ്ലീറ്റ് ദ ഫോളോയിങ് റിഡിൽസ് അബൌട്ട് ദ സം ഓഫ് ദ ക്യാരക്ടേഴ്സ് ഫ്രം യുവർ ടെക്സ്റ്റ് ബുക്ക്. അപ്പം നമ്മുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സിലെ ചില ക്യാരക്ടേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവരിനെ ഈ ക്യാരക്ടേഴ്സ് ആൻസറായി വരുന്ന റിഡിൽസ് നിങ്ങൾ ഉണ്ടാക്കണം. മനസ്സിലായല്ലോ? ഇവിടെ ഫസ്റ്റ് ചിത്രം ആരാ? മദർ ക്രോ ആണ് അല്ലേ. അപ്പോൾ ഒരു ലൈൻ ഉണ്ട്, ഐ ക്ലീൻ യുവർ സറൗണ്ടിങ്സ് ഉണ്ട്. അപ്പൊ എന്തൊക്കെ നമുക്ക് എഴുതാം? ഐ ആം എ ബ്ലാക്ക് ബേർഡ്, റോക്കി സേവ്ഡ് മീ, ഐ ക്ലീൻ യുവർ സറൗണ്ടിങ്സ്, ഹു ആം ഐ? ക്രോ. അതായത് മദർ ക്രോ എന്ന് എഴുതിയാലും ശരിയാണ് കേട്ടോ. ക്രോ അല്ല മദർ ക്രോ എന്ന് എഴുതുക. നമ്മുടെ ക്യാരക്ടർ മദർ ക്രോ ആണല്ലോ. അടുത്തത് ഇതാരാണ്? ഷാർക്ക് ആണ് അല്ലേ. ഐ ക്യാൻ സ്വിം ഫാസ്റ്റ് എന്നുണ്ട്. പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാം? ഐ ആം എ ഫ്രണ്ട് ഓഫ് ജൂലിയ, ഐ ചേസ്ഡ് അവേ ദ ബോട്ട്മാൻ. അതായത് കടലിൽ വന്ന ആൾക്കാരെ ഓട്ടിച്ചതാരായിരിക്കും? ഷാർക്ക് ആയിരുന്നു അല്ലേ. ഐ ക്യാൻ സ്വിം ഫാസ്റ്റ്, ഹു ആം ഐ? ഷാർക്ക്. അടുത്തത് നാലാമത്തേല് എ പാർട്ടാണ് കേട്ടോ. എ പാർട്ട് കോൺവെർസേഷൻ ആണ്. പ്രിൻസസ് ജൂലിയ ആൻഡ് ഹെർ ഫ്രണ്ട്സ് സോ ദ ബോട്ട്മാൻ ഡംപിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദ സീ. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ പ്രിൻസസ് ജൂലിയ ആൻഡ് ദ ബോട്ട്മാൻ. അതായത് നമ്മുടെ പ്രിൻസസ് ജൂലിയും ഫ്രണ്ട്സും എന്ത് കാണുകയാണ്? നമ്മുടെ കടലിൽ പ്ലാസ്റ്റിക് ഇടാൻ വന്ന, പ്ലാസ്റ്റിക് വേസ്റ്റ് ഡംപ് ചെയ്യാൻ വന്ന എന്താണ് ബോട്ട് ആൾക്കാരെ കാണുകയാണ് അല്ലെ. ബോട്ടും കൊണ്ടുവന്ന ആൾക്കാരെ കണ്ടു. അപ്പൊ അവരോട് പ്രിൻസസ് ജൂലിയ സംസാരിക്കുകയാണ് കേട്ടോ. പ്രിൻസസ് ജൂലിയ ചോദിക്കുകയാണ്, വൈ ആർ യു ഹിയർ? നിങ്ങൾ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ബോട്ട്മാൻ എന്ത് പറഞ്ഞു? വി ആർ ഹിയർ ടു ഡംപ് പ്ലാസ്റ്റിക് വേസ്റ്റ്. ഞങ്ങൾ ഇവിടെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇടാൻ വന്നാണ് പറയുകയാണ്. അപ്പൊ പ്രിൻസസ് ജൂലിയ പറഞ്ഞു, വി വിൽ നോട്ട് അലോ ഇറ്റ്. ഞങ്ങൾ അത് സമ്മതിക്കില്ല. ദിസ് സീ ഈസ് അവർ ഹോം. ഈ കടൽ ഞങ്ങളുടെ വീടാണ്. വി വിൽ നോട്ട് അലോ ഇറ്റ് ടു ബി പൊല്യൂട്ടഡ്. അത് മലിനപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. ബോട്ട്മാൻ പറയുകയാണ്, വി കാൻ ഗോ ബാക്ക് വിത്ത് ദിസ് വേസ്റ്റ്. ഞങ്ങൾക്ക് ഈ വേസ്റ്റും കൊണ്ട് തിരിച്ചു പോകാൻ സാധിക്കില്ല എന്ന് പറയുകയാണ്. അപ്പൊ പ്രിൻസസ് ജൂലിയ പറയും, ഇഫ് യു ആർ നോട്ട് റെഡി ടു ഗോ ബാക്ക്, നിങ്ങൾ ഇവിടെ നിന്ന് പോകാൻ തയ്യാറായില്ലെങ്കിൽ വി വിൽ ഹാവ് ടു അറ്റാക്ക് യു. ഞങ്ങൾ നിങ്ങളെ അറ്റാക്ക് ചെയ്യും. വി വിൽ നോട്ട് അലോ യു ടു ഡിസ്ട്രോയ് അവർ സീ. ഞങ്ങളുടെ കടൽ നശിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ബോട്ട്മാൻ പറയാണ്, സോറി പ്രിൻസസ് ജൂലിയ, വി ആർ റെഡി ടു ഗോ ബാക്ക് ആൻഡ് വി ആർ നെവർ ഡു ലൈക്ക് ദിസ് അഗൈൻ. ഞങ്ങൾ തിരിച്ചു പോകാൻ തയ്യാറാണ്. ഞങ്ങൾ ഇത് ഒരിക്കലും ചെയ്യില്ല. ഇനി ഒരിക്കലും ഞങ്ങൾ ഇത് ചെയ്യില്ല എന്ന് പറയാണ്. ചെറിയൊരു കോൺവെർസേഷൻ ബിറ്റ്വീൻ ബോട്ട്മാൻ ആൻഡ് പ്രിൻസസ് ജൂലിയ. ഇപ്പൊ ഇതെല്ലാം അല്ലെങ്കിൽ ബി പാർട്ട് പോസ്റ്റർ ആണ്.
Princess Julia and her friends discussed about protecting the sea. അപ്പോൾ കടൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് അവർ ഡിസ്കസ് ചെയ്യാൻ പ്രിൻസസ് ജൂലിയും ഫ്രണ്ട്സും. They decided to place a poster on the seashore against water pollution. അപ്പോൾ വാട്ടർ പൊല്യൂഷൻ തടയാനായിട്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് കടൽ തീരത്ത് വെക്കാൻ അവർ തീരുമാനിച്ചു. അപ്പോൾ ഒരു പോസ്റ്ററാണ് നമ്മുടെ അടുത്ത് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത് കേട്ടോ. നമുക്ക് എന്ത് എഴുതാം? സേവ് അവർ സീസ്, സ്റ്റോപ്പ് വാട്ടർ പൊല്യൂഷൻ, കീപ് ദ സീ പ്ലാസ്റ്റിക് ഫ്രീ, പ്രൊട്ടക്ട് മറൈൻ ലൈഫ്. ഇങ്ങനെ ഒരു പോസ്റ്റർ തയ്യാറാക്കുക, ചിത്രമൊക്കെ വരച്ച് പോസ്റ്റർ തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് എളുപ്പം അത് എഴുതിയാൽ മതി. അതായത് കോൺവെർസേഷൻ വരുന്നുണ്ട്, പോസ്റ്റർ ഉണ്ട് അല്ലേ. അടുത്തത് അഞ്ചാമത്തേലെ എ പാർട്ടാണ് കേട്ടോ. ആഡ് മോർ ലൈൻസ് ആണ്. വൺ ഡേ ദി ഫാദർ ക്രോ കെയിം ടു വിസിറ്റ് റോക്കി. ഹി ഇൻട്രൊഡ്യൂസ്ഡ് ഹിംസെൽഫ് ടു റോക്കി. അപ്പോൾ ഒരു ദിവസം നമ്മുടെ ഫാദർ ക്രോ റോക്കിയെ കാണാൻ വരികയാണ്. റോക്കി ആരാന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ. അപ്പോൾ റോക്കിൻ്റെ അടുത്ത് എന്നിട്ട് ഫാദർ ക്രോ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഐ ലൈക്ക് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. എനിക്ക് ആകാശത്ത് പറക്കാൻ ഇഷ്ടമാണ്. ഐ ലൈക്ക് ഈറ്റിംഗ് ടിനി ഫിഷ്. ചെറിയ ചെറിയ മീനുകളെ കഴിക്കാൻ ഇഷ്ടമാണ്. ഐ ലൈക്ക് ക്ലീനിങ് ഓൾ അറൗണ്ട്. ഞാൻ ചുറ്റുപാടൊക്കെ വൃത്തിയാക്കുന്നു. ഐ ലൈക്ക് സെയിങ് ഖോ ഖോ ഖോ. എനിക്ക് ഖോ 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 എന്ന് പറയാൻ ഇഷ്ടമാണ്. Now help Rocky to introduce himself to the father crow. ഇനി ഫാദർ ക്രോന്റെ അടുത്ത് നമ്മുടെ റോക്കി സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പരിചയപ്പെടുത്തുകയാണ്. എന്ത് പറയാം? ഐ ലൈക്ക് സ്ലീപ്പിംഗ് അണ്ടർ ദ ട്രീസ്. മരത്തിന്റെ അടിയിൽ കിടന്ന് ഉറങ്ങാൻ എനിക്ക് ഇഷ്ടമാണ്. ഐ ലൈക്ക് പ്ലേയിങ് ഓൺ ദ ഗ്രൗണ്ട്. എനിക്ക് കളിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഐ ലൈക്ക് ജമ്പിങ് ഹിയർ ആൻഡ് ദർ. അവിടെയും ഇവിടെയൊക്കെ ചാടാൻ ഇഷ്ടമാണ്. ഐ ലൈക്ക് ഗാർഡിങ് മൈ ഡിയർ ഹോം. എനിക്ക് വീട് സംരക്ഷിക്കാൻ, അതായത് ഗാർഡിയില്ലേ ഡോഗ്സ്, വീടിന്റെ പുറത്ത് കാവൽ നിൽക്കാൻ ഇഷ്ടമാണ്. ഐ ലൈക്ക് ബാർക്കിംഗ് ബൗ ബൗ ബൗ. എനിക്ക് ബാർക്കിംഗ് കുരയ്ക്കാൻ, ബൗ 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 പറഞ്ഞ് കുരയ്ക്കാൻ ഇഷ്ടമാണ് അല്ലേ. ആരാണ്? റോക്കി. അടുത്തത് അഞ്ചാമത്തെ ബി പാർട്ടാണ്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ ഇവന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ 5 ഒന്നെങ്കിൽ ആഡ് മോർ ലൈൻസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ദ ഇവന്റ്സ് ചെയ്യാം. ഇവിടെ ഹിയർ ആർ സം പിക്ചേഴ്സ് ഓഫ് ടോട്ടോ, ഡൊറോത്തി ആൻഡ് ഹെർ അങ്കിൾ. ഇവിടെ ആരുടെയൊക്കെ ചിത്രം തന്നിരിക്കുന്നത് വെച്ചാൽ 4 ചിത്രമുണ്ട്. ഇത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ ഇവന്റ്സും ഓരോ ചിത്രങ്ങളും ഡിസ്ക്രൈബ് ചെയ്യാണ് ചെയ്യേണ്ടത്. ആരൊക്കെയാണെന്ന് വെച്ചാൽ ഡൊറോത്തി ഉണ്ട്, അവളുടെ പെറ്റ് ഡോഗ് ടോട്ടോ ഉണ്ട്, പിന്നെ അവളുടെ അങ്കിളുടെ ചിത്രം കൂടി ഉണ്ട് അടുത്ത ചിത്രത്തില്. അപ്പോൾ അത് വെച്ച് നമുക്ക് കഥയായിട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അതായത് ഈ ഇവന്റ്സ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചിത്രം നോക്കൂ. നമ്മുടെ ഡൊറോത്തിയും ടോട്ടോയും കൂടെ സന്തോഷത്തോടെ കളിക്കുകയാണ്. അവളുടെ കയ്യിലൊരു കൊടയുണ്ട് അല്ലേ. നമുക്ക് എന്ത് എഴുതാം? ഡൊറോത്തി വാസ് വാക്കിംഗ് ഹാപ്പിലി വിത്ത് ഹെർ പെറ്റ് ഡോഗ് ടോട്ടോ. അതെ, ടോട്ടോയ്ക്ക് 2 ടീ ഉണ്ട്, ഒരു ടീം കൂടെ എഴുതുക. ഡൊറോത്തി നടക്കുകയാണ്, അവളുടെ പെറ്റ് ഡോഗ് ടോട്ടോന്റെ കൂടെ സന്തോഷത്തോടെ നടക്കുന്നു. ഷീ വാസ് ഹോൾഡിങ് ആൻ അംബ്രല്ല ആൻഡ് എൻജോയിങ് ദ പ്ലസന്റ് വെതർ. അപ്പോൾ അവൾ എന്ത് ചെയ്യണം? അല്ല, ആസ്വദിച്ച് അവളുടെ കയ്യിലൊരു കൊടയൊക്കെ ഉണ്ട്, അതുകൊണ്ട് നടക്കുകയാണ്. പെട്ടെന്ന് എന്ത് സംഭവിച്ചു? സഡൻലി എ സ്ട്രോങ് വിൻഡ് സ്റ്റാർട്ടഡ് ബ്ലോയിങ്. പെട്ടെന്ന് നല്ല ഒരു കാറ്റ് വീശാൻ തുടങ്ങി. ഡൊറോത്തി ഓപ്പൺ ഹെർ അംബ്രല്ല ടു പ്രൊട്ടക്ട് ഹെർസെൽഫ്. അവൾ എന്ത് ചെയ്യണം? കാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അംബ്രല്ല ഓപ്പൺ ചെയ്യണം. എന്നിട്ട് മഴ വരാൻ പോകാൻ വേണ്ടി അംബ്രല്ല ഓപ്പൺ ചെയ്യുന്നു. പെട്ടെന്ന് അവൾ കൊട പറന്നു പോകുന്നു. ദ വിൻഡ് ബിക്കം വെരി സ്ട്രോങ് ആൻഡ് ഡൊറോത്തീസ് അംബ്രല്ല ഫ്ലോ അവേ. ലീവ്സ് വർ ഫ്ലൈയിങ് ഓൾ അറൗണ്ട്. അങ്ങനെ ഇലകളൊക്കെ അങ്ങനെ കൊഴിഞ്ഞു വീഴാൻ തുടങ്ങി. നല്ല ശക്തമായ കാറ്റ് അല്ലേ. അവൾ അംബ്രല്ല എന്ത് ചെയ്തു? പറന്നുപോയി. ആര് വരികയാണ്? അപ്പോൾ അവളുടെ അങ്കിൾ വന്നു അല്ലേ. ഡൊറോത്തീസ് അങ്കിൾ റൺ ടുവേർഡ്സ് ദം ആൻഡ് കോട്ട് ദ ഫ്ലൈയിങ് അംബ്രല്ല. ഹി ഹെൽപ്ഡ് ഡൊറോത്തി ആൻഡ് ടോട്ടോ ആൻഡ് കെപ്റ്റ് ദം സേഫ്. അപ്പോൾ ഇത്രയുമാണ് പ്രവർത്തനങ്ങൾ. അപ്പോൾ എല്ലാ ചോദ്യങ്ങളും ചെയ്തു നോക്കുക. നിങ്ങളുടെ ആൻസർ ഷീറ്റ് വെച്ച് എവിടെയാണ് നിങ്ങൾക്ക് വന്ന മിസ്റ്റേക്ക്, എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ്. ഇതുപോലെ തന്നെ എല്ലാ എക്സാംസും നന്നായി തന്നെ പഠിക്കുക കേട്ടോ. അതല്ല, നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ തെറ്റുത്തരം ആയിട്ടുണ്ടെങ്കിൽ എവിടെയാണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് നോക്കുക. അത് അടുത്ത എക്സാമിന് അതുപോലത്തെ മിസ്റ്റേക്ക് വരാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ക്ലാസ് ഇഷ്ടമാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.